പത്മനാഭൻ ആജ്ഞ തുടരുക. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇതിപ്പോൾ ഈ മറ്റു പല കേസുകളെയും ബാധിക്കും, സമാനമായ മറ്റു പല കേസുകളെയും ബാധിക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. പക്ഷെ അത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ജാമ്യം സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെ കാണണം കോടതി വിധിയെ? അത് വളരെ വെൽ സെറ്റിൽഡാണ്. ക്രിമിനൽ നിയമത്തില് ഓരോ കേസും അതിന്റെ ഫാക്ട് അനുസരിച്ചാണ് തീരുമാനം എടുക്കുന്നത്, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സിദ്ദിഖിന് ജാമ്യം കൊടുത്തത് കൊണ്ട് വേറൊരു കേസ് ദുർബലപ്പെടും എന്നുള്ള വാദം തന്നെ ബാലിശമാണ്. രണ്ടാമത്, ജാമ്യം കൊടുക്കുന്നത് ഒരു പ്രതിയെ വെറുതെ വിടുന്നതിന് തുല്യമല്ല. ഇന്ന് കോടതി അത് വാക്കാൽ നിരീക്ഷിച്ചിരുന്നു. കോടതിയില് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അഭിഭാഷകൻ വളരെ ശക്തമായിട്ട് ഈ ബെയിലിനെ എതിർത്തു. പിന്നെ വിക്ടിമിന് വേണ്ടി വൃന്ദാ ഗ്രൗറും ഇതിനെ എതിർത്തപ്പോൾ കോടതി പറഞ്ഞത് ഇദ്ദേഹം നിരപരാധിയാണെന്ന് പറയുകയല്ല, പക്ഷെ ജാമ്യം കൊടുക്കുകയാണ്. ജാമ്യം കൊടുക്കുന്ന സ്റ്റേജില് എല്ലാ കേസുകളിലും കോടതി പരിഗണിക്കാറുള്ള ഒരു പ്രധാന ഘടകം സംഭവം നടന്ന് എത്ര സമയത്തിനകത്താണ് പരാതി വന്നത് എന്ന് പരിഗണിക്കാറുണ്ട്. ഈ ഒരു കേസില് 2016 ഒരു ഇൻസിഡന്റ്, അലജ്ഡ് ഇൻസിഡന്റ്, അതിനെപ്പറ്റിയുള്ള കംപ്ലൈന്റ് വന്നത്, പോലീസ് കേസ് വന്നത് 2024 8 വർഷം എന്തുകൊണ്ട് താമസം വന്നു എന്നുള്ള ചോദ്യം കോടതി പരിഗണിച്ചു. അതിന് വിക്ടിമിന്റെ അഭിഭാഷക പറഞ്ഞത് ഏജ് തീരെ പ്രായം കുറവായിരുന്ന ഒരു സമയത്ത് അങ്ങനെ പോകാൻ ധൈര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സിദ്ദിഖിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അതായത് ഫേസ്ബുക്കില് ഇവരെ പലരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് സെക്ഷൽ ആയിട്ടുള്ള, മെന്റൽ ആയിട്ടുള്ള ഹരാസ്മെന്റ് ഫിലിം ഫീൽഡിലുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഫേസ്ബുക്കില് പോസ്റ്റ് ഇടാൻ ധൈര്യമുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തില്ല എന്നുള്ള ആ ചോദ്യം കോടതിയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം കാരണങ്ങള് ജാമ്യം കൊടുക്കുന്ന വേളയിൽ വളരെ വിശദമായിട്ട് കാരണങ്ങൾ എഴുതാൻ ബാധ്യസ്ഥയല്ല കോടതി, ബാധ്യസ്ഥല്ല. എന്നിട്ടും ആ ഒരു കാര്യം, ഈ ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട്. അത് നിരത്തിയിട്ടില്ല. പക്ഷേ ഈ ജാമ്യം കൊടുക്കുന്ന അവസ്ഥയിൽ ഇത് കൺസിഡറേഷനായി കോടതിയുടെ മുന്നിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പലർക്കും പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന ധൈര്യം വന്നത് എന്നൊരു വാദം ഉണ്ടായപ്പോൾ സിദ്ദിഖിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഹേമ കമ്മിറ്റിയിൽ പോകാത്തയാളാണ് ഈ കംപ്ലൈന്റിന്റെ, ഈ പരാതി അനുസരിക്കുന്നത് ഹേമ കമ്മിറ്റി മുമ്പിൽ പോകാത്ത ഒരു വ്യക്തിയാണ്. അതും കോടതി പരിഗണിച്ചു. അതും കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. പിന്നെ പോലീസിന്റെ ഒരു വാദം, ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയായ രീതിയിൽ കൊടുക്കുന്നില്ല, ഉത്തരങ്ങൾ പിന്നെ ഫേസ്ബുക്ക് ഡീആക്ടിവേറ്റ് ചെയ്തതിന് തക്കതായ റീസൺ പറയുന്നില്ല, കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ അതിന്റെ പാസ്വേഡ് കിട്ടൂ എന്നൊക്കെ പറഞ്ഞത് അത് കോടതി തള്ളി. അത് വളരെ വെൽസെറ്റിൽഡാണ്. ഭരണഘടനയില് പ്രത്യേക സംരക്ഷണമുണ്ട്. ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാൾക്ക് അയാൾക്കെതിരായിട്ട് വരുന്ന രീതിയിൽ ഉത്തരം നൽകാൻ ബാധ്യതയില്ല. പ്രോസിക്യൂഷനാണ് ഏതെങ്കിലും കുറ്റാരോപിതൻ തനിക്കെതിരെ ഉള്ള തെളിവ് നൽകാൻ ബാധ്യസ്ഥനല്ല, പ്രോസിക്യൂഷനാണ് തെളിവ് സഹിതം കേസ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇതിക്ക് ചോദ്യങ്ങളോട് സഹകരിക്കുന്നില്ല എന്നുള്ള ആ ഒരു വാദവും തള്ളിയെന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ കേസുകളിൽ പ്രതിയല്ല, പിന്നെ കോടതിയുടെ പരിധി വിട്ടു പോകാതിരിക്കാൻ പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്യണമെന്നുള്ള കണ്ടീഷൻ വെക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ സാധാരണ ഒരു കേസിൽ അത് കോടതി ഒബ്സർവ് ചെയ്യുകയും ചെയ്തു. ഇത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് സാധാരണ കേസ് പോലെയാണ്, പ്രത്യേകതകളൊന്നുമില്ല എന്ന് പറഞ്ഞു. താങ്കൾ കോടതിയുടെ നിരീക്ഷണം ഈ പറഞ്ഞതുപോലെ ജാമ്യം അനുവദിക്കുക എന്നുള്ളത് വെറുതെ വിടുന്നതിന് തുല്യമല്ല എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഈ ഹേമ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം വന്ന നിരവധി പീഡന പരാതികളിൽ പലതും 10, 12, 15 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ആ കേസുകളിലൊക്കെ ആരോപണ വിധേയരായവർക്കൊക്കെ ഈ ജാമ്യത്തിന്റെ ആനുകൂല്യമെങ്കിലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചേക്കാം എന്നുള്ള സൂചനകൾ കൂടി ഉണ്ടല്ലോ. അതായിരിക്കും ഒരു പക്ഷേ പ്രോസിക്യൂഷന്റെ ആശങ്ക. ഇല്ല, ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജാമ്യം ഓരോ കേസിലും ആ കേസിലെ ആരോപണങ്ങൾ എത്ര ശക്തമാണെന്ന് നോക്കിയിട്ട് അതിലെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലും വേറെ ചില കൺസിഡറേഷനാണ്. അതായത് പ്രതി ഈ കേസിൽ നിന്ന് വീണ്ടും ഇതുപോലെ കുറ്റകൃത്യം റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഈ ഒരു കേസിലല്ല, ഏതൊരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട 3 കൺസിഡറേഷൻസ് ആണ്. തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ, നിയമത്തിന്റെ പരിധി വിട്ടു പോകാനുള്ള സാധ്യതയുണ്ടോ, ഈ ഒഫൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, പിന്നെ നേരത്തെ ഏതെങ്കിലും ഇതുപോലെ സിമിലർ ആയിട്ടുള്ള കേസിൽ കൺവിക്ട് ചെയ്യപ്പെട്ട ആളാണോ എന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ പറയുന്ന കാര്യം പ്രീവിയസ് എൻമിറ്റി, അതായത് ഇവർ തമ്മിൽ നേരത്തെ ഒരു ശത്രുത ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആരോപണം കള്ളമായിട്ട് ഉന്നയിച്ചതാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല ജാമ്യം കൊടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തത്. ഈ ഒരു കേസിലും വന്നിരിക്കുന്നത് തന്നെയാണ്. കോടതി നോറലായിട്ട് ഒബ്സർവ് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ ഇദ്ദേഹത്തെ വെറുതെ വിടുകയല്ല, ജാമ്യം കൊടുക്കുന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതിന് കാരണങ്ങൾ എഴുതിയ കൂട്ടത്തില് പറഞ്ഞതാണ് ഈ പിന്നെ വിക്ടിമിന് പരാതി കൊടുക്കാൻ ഇത്രയും കാലതാമസം വന്നു. അപ്പൊ അതില്
ഏജ് കുറവാണെന്ന് പറയുമ്പോഴും ചോദിക്കുന്നത് ഫേസ്ബുക്കിൽ എഴുതാൻ ധൈര്യമുള്ള ഒരു നടിയാണ് അവര്. അപ്പോൾ അവരെന്തുകൊണ്ട് പോലീസിന് നേരത്തെ കംപ്ലൈന്റ് കൊടുത്തില്ല എന്നുള്ള ചോദ്യം, ആ ചോദ്യം ബെയിൽ കൊടുക്കുന്ന വേളയിൽ കോടതി കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതൊന്നും കേസിന്റെ മെറിറ്റിനെ ബാധിക്കില്ല. കേസ് മെറിറ്റിലെ ട്രയൽ കോടതി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം ശരിയാണോ തെറ്റാണോ വസ്തുതകൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കി മാത്രമാണ് വിധി എഴുതുന്നത്. ഇത് ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള കൺസിഡറേഷൻസ് ഒക്കെ ഇതായിരുന്നു. ശരി, നന്ദി ശ്രീ പ്രശാന്ത് പത്മനാഭൻ, താങ്കളുടെ വിശദമായ നിരീക്ഷണത്തിന്. ഏതായാലും നടൻ സിദ്ദിഖിന്റെ ജാമ്യം, ഇടക്കാല ജാമ്യം കോടതി സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിനാണ് ഏറ്റവും നിർണായകമായ കാര്യം.